ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ധന്യ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ KTET3 സൈക്കോളജിയിലെ 40 മാർക്ക് മേടിക്കാനായിട്ട് ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ നോക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അങ്ങനെ സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം മാർക്ക് സൈക്കോളജിയിൽ നിന്നും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ആ ടോപ്പിക്സ് മാത്രം പഠിച്ചാൽ പോരാ, പ്രോപ്പർ ക്വസ്റ്റ്യൻസും കൂടെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻസും കൂടെ കുറച്ച് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. അപ്പൊ അതിന് മുന്നേ തന്നെ ഈ കാണുന്നത് നമ്മുടെ ഇത്തവണത്തെ KTET റിസൾട്ട് വന്നപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെയാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇതിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഒരുപാട് പേര് സർവീസ് ടീച്ചേഴ്സ് ഉണ്ട്. അതായത് അത്യാവശ്യം ഗ്യാപ്പ് വന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ സർവീസ് ടീച്ചേഴ്സിന് അറിയാനായിട്ട് സാധിക്കും, ഇപ്പൊ സൈക്കോളജി ഒക്കെ അവർ അപ്പൊ പഠിച്ചു വെച്ചതായിരിക്കും അല്ലെ, പിന്നീട് ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് അത് എടുത്ത് നോക്കുന്നത്. അപ്പൊ എന്നിട്ടടക്കം അവർ ക്വാളിഫൈഡ് ആയി അല്ലെ, ക്വാളിഫൈഡ് ആയി. അതുപോലെ തന്നെ ഇപ്പൊ റീസെന്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ദെൻ ഒരുപാട് ഈ പറഞ്ഞതുപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞ് ഒരുപാട് ഗ്യാപ്പ് വന്നവരുണ്ട്. അങ്ങനെ പല ഏജ് കാറ്റഗറീസിലുള്ള സ്റ്റുഡൻസിനെയാണ്, ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇവർക്ക് ക്വാളിഫൈഡ് ആയാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ആയിക്കൂടാ? ഉറപ്പായിട്ട് നിങ്ങളും ഇത്തവണ ക്വാളിഫൈഡ് ആവും. അപ്പൊ അതിനായിട്ട് പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ മാത്രം മതി. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരുപാട് വലിച്ചു വാരി പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് KTET-നായിട്ട് അങ്ങനെ ഒരു വലിച്ചു വാരി പഠിക്കൽ ആവശ്യമില്ല. അപ്പോൾ പഠിക്കേണ്ട രീതിയിൽ പഠിക്കേണ്ടത് പോലെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഉറപ്പായിട്ട് നമ്മുടെ KTET ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ അതെല്ലാം പറഞ്ഞു തരാനായിട്ട്, നമ്മുടെ KTET എങ്ങനെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതിലെന്തെങ്കിലും ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞു തരാനായിട്ട് ഈ വരുന്ന 19-ാം തീയതി, അതായത് ജൂൺ 19-ാം തീയതി ഒരു ഫ്രീ വെബിനാർ സെഷനുമായിട്ട് നമ്മുടെ ശ്രീകലാ മിസ് എത്തുന്നുണ്ട്. ശ്രീകലാ മിസ്സിന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ശ്രീകലാ മിസ് എത്തുന്നുണ്ട്. സോ ആ ഒരു വെബിനാറിൽ നിങ്ങൾ പങ്കെടുക്കാനായിട്ട് താഴെ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ കയറി ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം? ശ്രീകലാ മിസ്സിനോട് ചോദിക്കാം. അപ്പൊ നമുക്ക് എന്തായാലും ഡയറക്റ്റ് നമ്മുടെ ടോപ്പിക്സിലോട്ട് കിടക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത K3 സൈക്കോളജിയിലെ ടോപ്പിക്സ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണുന്നത്. ഒന്നാമത്തെ ടോപ്പിക് ആണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ പറ്റി ഒരുപാട് ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻ മീൻസ് നമ്മൾ ഈക്വൽ വെയിറ്റേജിന് അനുസരിച്ചിട്ടൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പക്ഷെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ള അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു ടോപ്പിക്കാണ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഗ്രോത്ത് എന്നൊക്കെ പറയുന്നത്. അതിൽ ഗ്രോത്തിനെ പറ്റി ചോദിക്കുന്നത് വളരെ കുറവാണ്, പക്ഷെ ഡെവലപ്മെന്റ് ഉണ്ട്. ഡെവലപ്മെന്റ്, ആ അഡോളസൻസിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ചും ആ ഡെവലപ്മെന്റ്സിന്റെ പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെന്റ് ഉണ്ട്. ഇപ്പൊ ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് എങ്ങനെ അതിനെ അഫക്ട് ചെയ്യുന്നു, ആ കാര്യങ്ങള്, പിന്നെ സ്റ്റെഫാലോ കോഡൽ പ്രിൻസിപ്പിള്, പ്രോക്സിമോ ഡിസ്റ്റൽ പ്രിൻസിപ്പിള്. അപ്പൊ അങ്ങനെയുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റും ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡെവലപ്മെന്റും ഡെവലപ്മെന്റൽ ടാസ്ക്, ഡെവലപ്മെന്റൽ ഹസാർഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഏരിയയിൽ നിന്നും പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഡെവലപ്മെന്റ് എന്നുള്ളൊരു ഭാഗം നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിക്കണം. അടുത്തതാണ് ഡെവലപ്മെന്റൽ തിയറീസ്. അപ്പൊ ആ ഒരു ഡെവലപ്മെന്റൽ തിയറീസിലാണെങ്കിലും നമ്മുടെ പാവ്ലോന്റെ തിയറി, അതുപോലെ ഡെവലപ്മെന്റൽ തിയറീസ്, ഒരുപാട് തിയറീസ് അതിൽ വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് പഠിക്കണം. ദെൻ അടുത്തതാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണിംഗ്. ലേണിംഗിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യമാണ് ഇന്റലിജൻസ് പറയുന്നത്. ഓക്കെ, ഇന്റലിജൻസ്, അതായത് നന്നായിട്ട് ഇന്റലിജൻസ് അഫക്ട് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇപ്പൊ മോട്ടിവേഷൻ ആയിക്കോട്ടെ, റെഡിനെസ് ആയിക്കോട്ടെ, ഇന്റലിജൻസ് ആയിക്കോട്ടെ, ക്രിയേറ്റിവിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏജ് ആയിക്കോട്ടെ, മെച്ചുറേഷൻ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ലേണിംഗിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഞാൻ പറഞ്ഞു വന്നത്, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. കാരണം ഇന്റലിജൻസിൽ നമുക്ക് പഠിക്കാനായിട്ട് ഒരുപാട് തിയറീസ് ഉണ്ട്. തിയറീസ് ഓഫ് ഇന്റലിജൻസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇപ്പൊ യൂണിറ്ററി അപ്രോച്ച് തൊട്ട് 2 ഫാക്ടർ തിയറി ആയിക്കോട്ടെ, മൾട്ടി ഫാക്ടർ തിയറി ആയിക്കോട്ടെ, ഗ്രൂപ്പ് ഫാക്ടർ തിയറി ആയിക്കോട്ടെ, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് തിയറീസ് ഓഫ് ഇന്റലിജൻസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസും കൂടെ വരാറുണ്ട്. അടുത്തതാണ് തിയറീസ് ഓഫ് ലേണിംഗ്. അതിൽ ഒരുപാട് തിയറീസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അല്ലെ. എല്ലാവർക്കും അറിയുന്ന തിയറീസ് ആണ്, നമ്മൾ എല്ലാവരും BEdന് പഠിച്ച തിയറീസ് ആണ്. ഏതൊക്കെയാണ്? തോൺടേക്കിന്റെ തിയറി നമുക്ക് പഠിക്കണം. ദെൻ പാവ്ലോന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി പഠിക്കണം. സ്കിന്നറുടെ ഒപ്പറാൻഡ് കണ്ടീഷനിങ് തിയറി പഠിക്കണം. ദെൻ കേർട്ട് ലെവിനെ കുറിച്ച് പഠിക്കണം. പിയാഷിന്റെ തിയറി പഠിക്കണം. ബ്രൂണറുടെ ഡിസ്കവറി ലേണിംഗ് തിയറി പഠിക്കണം അല്ലെ. വൈഗോട്സ്കിന്റെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം തിയറി പഠിക്കണം. ദെൻ ഓസ്വെൽന്റെ അഡ്വാൻസ് ഓർഗനൈസർ മോഡലൊക്കെ അല്ലെ, അതെന്തായാലും പഠിക്കണം. ദെൻ ഗാറ്റ്നയുടെ മറ്റേ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ, 8 ടൈപ്സ് ഓഫ് ലേണിംഗ് ഉണ്ട് അല്ലെ.
8 ടൈപ്സ് ഓഫ് ലേണിംഗ് പഠിക്കണം, ദെൻ ജസ്റ്റാൾട്ട് സൈക്കോളജി പഠിക്കണം. അപ്പൊ അങ്ങനെ ഇതിൽ ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഏതൊക്കെയാ പറഞ്ഞത്? തോണ്ടേക്ക്, പാവലോ, സ്കിന്നർ, കർട്ട് ലെവിൻ, പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി, ഓസിബൽ, ഗാഗ്നെ, ദെൻ ജസ്റ്റാൾട്ട് സൈക്കോളജി. ഇത്രയും ഭാഗങ്ങൾ എന്ത് ചെയ്യുക? സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അപ്പൊ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഞാൻ ഒറ്റ വേർഡായിട്ട് കൊടുത്താലും ആ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായിട്ട് ബേസ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ടതാണ് വേരിയസ് ഡിസേബിലിറ്റീസിനെ കുറിച്ച് പഠിക്കണം, ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ കുറിച്ച് പഠിക്കണം, അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പൊ അസിസ്റ്റീവ് ടെക്നോളജി ഒക്കെ എന്താണ്? ഈ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനായിട്ട് നമ്മൾ ക്ലാസ് റൂമിൽ ഒരുക്കേണ്ട കാര്യങ്ങളാണ് ഈ അസിസ്റ്റീവ് ടെക്നോളജി എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ആ ഒരു കാര്യങ്ങൾ നോക്കണം. ദെൻ അതിൽ തന്നെ വരുന്നതാണ് ഗിഫ്റ്റഡ് സ്റ്റുഡൻസ്. അത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ കുറിച്ച് പഠിക്കണം. അപ്പൊ ഇൻഡിവിജ്വൽ ഡിഫറൻസ് പറയുമ്പോൾ പല ടൈപ്പ് ഓഫ് കുട്ടികളുണ്ട്. ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് ആയിക്കോട്ടെ, പിന്നെ എന്താണ്, അതായത് കൾച്ചറലി അല്ലെങ്കിൽ സോഷ്യലി ബാക്ക്വേർഡിൽ നിൽക്കുന്ന കുട്ടികൾ. അപ്പൊ അതിൽ തന്നെ അണ്ടർ അച്ചീവേഴ്സ് ഉണ്ട്, സ്ലോ ലേണേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള കുട്ടികളെ പറ്റി ഈ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ പറ്റിയും ഇത്തരം സ്റ്റുഡൻസിനെ പറ്റിയിട്ടൊക്കെ ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ദെൻ അതിൽ വരുന്നതാണ് ഈ ഡെലിങ്ക്വന്റ് സൈഡ് ഒക്കെ, അല്ലെ? അതായത് ഡെലിങ്ക്വന്റ് സൈഡ് എന്ന് പറയുമ്പോൾ അതിൽ ഡിഫറെന്റ്ലി ഏബിൾഡ് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഡെലിങ്ക്വന്റ് സൈഡ് എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്ന കുട്ടികളെയാണ് ഡെലിങ്ക്വന്റ് സൈഡ് എന്ന് പറയുന്നത്. അത് ലോയ്ക്ക് എതിരായിട്ട് ലോനെ വയലേറ്റ് ചെയ്യുന്ന കുട്ടികൾ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടൊക്കെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ അതും നന്നായിട്ട് പഠിക്കണം. അടുത്തതാണ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. അപ്പൊ ആ ഒരു മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിലും പ്രൊജക്ട് മെത്തേഡ്, ലെക്ചർ മെത്തേഡ്, ഡിസ്കഷൻ മെത്തേഡ്, പിന്നെ അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്, ഹ്യൂറിസ്റ്റിക് മെത്തേഡ്, അല്ലെ, ബ്രെയിൻ സ്റ്റാമിംഗ് ടെക്നിക്സ്, അങ്ങനെയുള്ള മെത്തേഡ്സ്, ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതാണ് അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ. ഇതിൽ നിന്നും എന്തായാലും ഷോർട്ട് ആയിട്ട് ക്വസ്റ്റ്യൻ വരും. അസസ്മെന്റിൽ തന്നെ നമുക്ക് ഫോർമേറ്റീവ് അസസ്മെന്റ്, സമ്മേറ്റീവ് അസസ്മെന്റ്, ഇപ്സേറ്റീവ് അസസ്മെന്റ്, പിന്നെ ഇവാലുവേഷനിൽ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, ദെൻ അസസ്മെന്റിൽ തന്നെ നോം റെഫറൻസ്ഡ് അസസ്മെന്റ്, ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് അസസ്മെന്റ്, അതൊക്കെ വരാറുണ്ട്, അല്ലെ? അപ്പൊ അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ അത് നന്നായിട്ട് തന്നെ പഠിക്കണം. അടുത്തതാണ് ടീച്ചർ റോള്. ഈ ടീച്ചർ റോൾ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് പഠിക്കാനായിട്ടല്ല കൂടുതലുള്ളത്. കാരണം സിലബസ് നോക്കി പഠിച്ചിട്ട് കാര്യമില്ല. ഈ ഏരിയ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് മാക്സിമം പ്രാക്ടീസ് ചെയ്ത് നോക്കേണ്ടത്. കാരണം ടീച്ചർ റോൾസ് എന്ന് പറയുമ്പോൾ ടീച്ചർ ഒരു മോട്ടിവേറ്റർ ആണ്, ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റർ ആണ്, ടീച്ചർ ഒരു പ്രോബ്ലം സോൾവർ ആണ്, പിന്നെ ഒരു സോഷ്യൽ എഞ്ചിനീയർ ആണ്. ഇതൊക്കെയാണ് നമ്മുടെ സിലബസിലുള്ളത്. പക്ഷെ അതിനങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ ചെയ്യണം, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇനി അടുത്തത് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഇവാലുവേഷൻ ആണ്. അപ്പൊ അതിൽ തന്നെ ടൂൾസ് ആൻഡ് ടെക്നിക്സ്, റേറ്റിംഗ് സ്കെയില്, ചെക്ക് ലിസ്റ്റ്, അതൊക്കെ ടൂൾസ് ആണ്. ആൻഡ് ടെക്നിക്സ് ആയിട്ട് വരുന്ന സമയത്ത് ഇന്റർവ്യൂ, ഒബ്സർവേഷൻ, അതൊക്കെ എന്താ? ടെക്നിക്സ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഒക്കെ ഉണ്ട്. പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആക്ച്വലി നമ്മുടെ പേഴ്സണാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ്, എന്നാലും അതൊരു ടെക്നിക് ആണ്. ദെൻ പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറയുമ്പോൾ അതിൽ ടാറ്റ്, വാറ്റ്, കാറ്റ്, റോർഷാക്കിംഗ്, ബ്ലോട്ട് ടെസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ എന്താ സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, അതൊക്കെ വരുന്നുണ്ട് എന്നൊരു കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇത്രയും ഏരിയാസ് ആണ് ഞാൻ ഇവിടെ പോയിന്റ് വൈസ് ആണ് തന്നിരിക്കുന്നത്. പക്ഷെ ഇതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടെത്തി മനസ്സിലാക്കി നന്നായിട്ട് തന്നെ ഈ ഞാൻ തന്നിരിക്കുന്ന ഏരിയാസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം സ്കോർ സൈക്കോളജിയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാനായിട്ട് പറ്റും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാര്യം നമ്മൾ അങ്ങനെ കാണാതെ പഠിച്ചിട്ടോ അല്ലെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടോ കാര്യമില്ല. നമ്മൾ പ്രോപ്പർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? പ്രോപ്പർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. സോ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ദ ബിഹേവിയേഴ്സ്, ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്, സ്കിൽസ് ആൻഡ് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ദാറ്റ് എ കൾച്ചർ കൺസിഡേർഡ് അപ്രോപ്രിയേറ്റ് ആൻഡ് ഓഫ് ഫോർ സ്പെസിഫിക് ജെൻഡർ ആർ റെഫേർഡ് ടു ആസ്. എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് വരുന്ന ഒരു ആൻസർ ഉണ്ട്. അതായത് ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഫസ്റ്റ് വൺ, ജെൻഡർ റോൾസ് ജെനറ്റിക്കലി ഡിറ്റർമൈൻഡ് ആണ്. ദെൻ ജെൻഡർ ഐഡന്റിറ്റി കൾച്ചറലി ഡിഫൈൻഡ്, ജെൻഡർ ഐഡന്റിറ്റി ജെനറ്റിക്കലി ഡിറ്റർമൈൻഡ്, ദെൻ ജെൻഡർ റോൾസ് കൾച്ചറലി ഡിഫൈൻഡ്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി ബിഹേവിയേഴ്സ്, ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്, സ്കിൽസ് ആൻഡ് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ദാറ്റ് കൾച്ചർ കൺസിഡേർഡ് അപ്രോപ്രിയേറ്റ് ആണ്. അതായത് അവരവർക്ക് തന്നെ തോന്നുന്നതല്ല ഇവിടെ പറയുന്നത്. അതായത് ഇപ്പൊ എനിക്ക് എന്റെ ജെൻഡറിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ അതിനെ മനസ്സിലാക്കുന്നതൊക്കെ ആണെങ്കിൽ അത് ജെൻഡർ ഐഡന്റിറ്റിയായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താം. പക്ഷെ ഇവിടെ അതല്ല പറയുന്നത്, അല്ലെ? ഇവിടെ കൾച്ചർ കൺസിഡേർഡ് അപ്രോപ്രിയേറ്റ് ആണ്. അതായത് കൾച്ചർ അല്ലെങ്കിൽ സൊസൈറ്റി ആണ് അവിടെ തീരുമാനിക്കുന്നത്. ഇങ്ങനെ നടക്കണം, ഇങ്ങനെ ചെയ്യണം, ബോയ്സ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യണം, ഗേൾസ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് എന്താണ്? അതിനെ പറയുന്ന പേര് ജെൻഡർ ഐഡന്റിറ്റി അല്ല, ഇറ്റ് ഈസ് ജെൻഡർ റോൾ, അല്ലെ?
ജെൻഡർ റോൾ ആണ്. അപ്പൊ തന്നെ നമുക്ക് കൺഫ്യൂഷൻ വന്നു. ഓപ്ഷൻ 1 ജെൻഡർ റോൾ ഉണ്ട്, ഓപ്ഷൻ 4 ജെൻഡർ റോൾസ് ഉണ്ട്. ദെൻ ഇവിടെ പറയുന്നുണ്ട് കൾച്ചർ കൺസിഡേർഡ് അപ്രോപ്രിയേറ്റ് എന്നുള്ളത് അല്ലെ. അപ്പൊ അതെന്താണ് വരുന്നത്? ഓപ്ഷൻ 4 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് ജെൻഡർ റോൾസ് കൾച്ചറലി ഡിഫൈൻഡ് അല്ലെ, കൾച്ചറലി ഡിഫൈൻഡ്. അതാ ഞാൻ പറഞ്ഞത് ക്വസ്റ്റ്യനിൽ തന്നെ നമ്മുടെ ആൻസർ ഉണ്ട്. അവിടെ കൾച്ചർ കൺസിഡേർഡ് അപ്രോപ്രിയേറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് കൾച്ചറലി ഡിഫൈൻഡ് ആണ്. അതൊരിക്കലും ജെൻഡർ റോള് ജനറ്റിക്കലി ഡിറ്റർമൈൻഡ് അല്ല. കാരണം നമ്മളല്ല തീരുമാനിക്കുന്നത്, സൊസൈറ്റിയാണ് തീരുമാനിക്കുന്നത് അല്ലെ. സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറാണ് തീരുമാനിക്കുന്നത് ഇങ്ങനെയാവണം എന്നുള്ളത്. ഓക്കെ ആണല്ലോ. സോ ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ദെൻ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫോളോയിങ് ലെവ് വൈഗോട്സ്കിസ് ഐഡിയ സേ ടീച്ചർ ഷുഡ്. അപ്പൊ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ് നമ്മുടെ വൈഗോട്സ്കിന്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ഫോളോയിങ് ലെവ് വൈഗോട്സ്കിസ് ഐഡിയ സേ ടീച്ചർ ഷുഡ് ഡിസെമിനേറ്റ് ദ നോളജ് ടു ബി മെമ്മറൈസ്ഡ് ബൈ ദ സ്റ്റുഡൻസ്. ഒരിക്കലും വൈഗോട്സ്കി എന്ത് ചെയ്യുന്നില്ല, കുട്ടികളോട് മെമ്മറൈസ് ചെയ്യാനായിട്ട് പറയുന്നില്ല. എൻകറേജ് സ്റ്റുഡൻസ് ടു കോമ്പീറ്റ് വിത്ത് ഈച്ച് അതർ. പരസ്പരം കോമ്പറ്റീഷൻ വരുത്താൻ പറയുന്നുണ്ടോ? ഒരിക്കലും പറയുന്നില്ല. പ്രാക്ടീസ് ദ റെസിപ്രോക്കൽ ടീച്ചിങ് വിത്ത് ഹർ സ്റ്റുഡൻസ് ഉണ്ട്. സോ റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്നത് നമ്മുടെ വൈഗോട്സ്കിന്റെ ഒരു കോൺസെപ്റ്റ് ആണ്. വൈഗോട്സ്കി പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്നത്. then അടുത്തത് ഡിസ്കറേജ് ദ യൂസ് ഓഫ് കൾച്ചറൽ ടൂൾസ് ബൈ സ്റ്റുഡൻസ്. അത് ഒരിക്കലും വൈഗോട്സ്കി പറയുന്നില്ല. കാരണം വൈഗോട്സ്കി എന്താ പറയുന്നത്, കൾച്ചറൽ ടൂൾസിനെ അവിടെ എൻഹാൻസ് ആണ് ചെയ്യുന്നത് അല്ലെ. അതായത് കൾച്ചറൽ ടൂൾസ് മാക്സിമം യൂസ് ചെയ്യുക, കൾച്ചറൽ ഡെവലപ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ അവിടെ വൈഗോട്സ്കി പറഞ്ഞിട്ടുണ്ട്. സോ ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ 3, ദാറ്റ് ഈസ് പ്രാക്ടീസ് ദ റെസിപ്രോക്കൽ ടീച്ചിങ് വിത്ത് ഹർ സ്റ്റുഡൻസ്. എന്താണ് റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്നത്? തമ്മിൽ പരസ്പരം മാറുക അല്ലെ. ടീച്ചർ കുട്ടിയാവുന്നു, കുട്ടി ടീച്ചർ ആവുന്നു. അതാണ് സിംപ്ലി നമുക്ക് റെസിപ്രോക്കൽ ടീച്ചിങ്ങിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ക്വസ്റ്റ്യൻ ദാറ്റ് പ്രൊമോട്ട്സ് ദി അനലിറ്റിക്കൽ തിങ്കിങ്. അനലിറ്റിക്കൽ തിങ്കിങ്ങിന് വഴിയൊരുക്കുന്ന ക്വസ്റ്റ്യൻ ഏതാണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ വി ഹാവ് 4 ഓപ്ഷൻ. വിച്ച് കൺട്രീസ് were directly involved in the World War II? Then which factors contributed to the outbreak of World War II? Who was the leader of Germany during World War II? Then in which year did World War II end? അപ്പൊ ഇവിടെ ഏത് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കുമ്പോഴാണ് ഒരു അനലിറ്റിക്കൽ തിങ്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നാണ്. അപ്പൊ പെട്ടെന്ന് വായിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല അല്ലെ. നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി ഏതാണ് ആൻസർ എന്ന് നിങ്ങൾക്ക് തോന്നുക എന്നൊന്ന് ഫിക്സ് ചെയ്യുക. അതിനുശേഷം മാത്രം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. സോ ഫസ്റ്റ് വൺ, വിച്ച് കൺട്രീസ് വാസ് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ദ വേൾഡ് വാർ II? അപ്പൊ നമുക്കത് ഒറ്റ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടും. കാരണം അവിടെ നമുക്ക് ഒരുപാട് തിങ്ക് ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല അല്ലെ. വിച്ച് കൺട്രീസ് വാസ് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ, അങ്ങനെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതെന്തായാലും അത് ആൻസർ ആയിട്ട് വരില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഔട്ട്ബ്രേക്ക് ഓഫ് വേൾഡ് വാർ II എന്ന് പറയുന്നുണ്ട്. അതായത് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് വേൾഡ് വാർ IIന്റെ ഔട്ട്ബ്രേക്കിന് കാരണം, അല്ലെങ്കിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണെന്ന് ചോദിക്കുമ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയൊരു തിങ്കിങ് വരുന്നുണ്ട് അല്ലെ. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്ട്ലി വരുന്നൊരു ആൻസർ അല്ല അത്. നമുക്ക് ചിന്തിച്ച് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കി ഒന്ന് ചിന്തിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റൻ ആണ് രണ്ടാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത്. അപ്പൊ അതവിടെ നമുക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ അവിടെ വെക്കാം. അടുത്തത്, ഹു വാസ് ദ ലീഡർ ഓഫ് ജർമ്മനി ഡ്യൂറിംഗ് വേൾഡ് വാർ II? അവിടെ നമുക്ക് ആലോചിക്കേണ്ടതായിട്ടൊന്നും വരുന്നില്ല. കൃത്യമായിട്ട് നമുക്ക് ഒറ്റ വാക്കിൽ ആൻസർ എഴുതാൻ പറ്റും. അടുത്തത്, ഇൻ വിച്ച് ഇയർ ഡിഡ് വേൾഡ് വാർ II end? എപ്പോഴാണ് അവസാനിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒറ്റ ആൻസർ നമുക്ക് അവിടെ പറ്റുന്നതാണ്. അതായത് ഒരു രീതിയിൽ ചിന്തിച്ചാൽ മാത്രം മതി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ. അപ്പൊ ഇതുപോലുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടിട്ട് ഇപ്പൊ ചോദിക്കുന്നുണ്ട്. പഴയ കേട്ടറ്റല്ല, പുതിയ കേട്ടറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നന്നായിട്ട് തന്നെ പഠിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ലോറൻസ് കോൾബർഗ്സ് തിയറി ഈസ് ഇൻകറക്റ്റ്? അപ്പൊ ലോറൻസ് കോൾബർഗിന്റെ തിയറി അല്ലെ. കോൾബർഗിന്റെ നമുക്ക് തിയറി അറിയാം. ഏതാണ്? മോറൽ ഡെവലപ്മെന്റ് തിയറിയാണ് കോൾബർഗിന്റെ. അപ്പോ 3 ലെവൽസ് ഉണ്ട്. പ്രീ കൺവെൻഷൻ ലെവൽ, കൺവെൻഷൻ ലെവൽ, പോസ്റ്റ് കൺവെൻഷൻ ലെവൽ. അങ്ങനെ 3 ലെവൽസ് ഉണ്ട്. ഓരോ ലെവലിലും 2 സ്റ്റേജസ് വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 6 സ്റ്റേജസ് ആൻഡ് 3 ലെവൽസ് ആണ് കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ് തിയറിയിൽ ഉള്ളത്. അപ്പോ ഇവിടെ ഏതാണ് ഈ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. So it is based on the study done through experimental methods. It presents conflicting situations to children. It takes into account the effect of culture and gender on moral reasoning. It does not specify the exact stages for progression of moral development in children. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഒരു കാര്യം ചെയ്തോ, ഇത് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ താഴെ. അതായത് ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ്. പിന്നെ അതിന്റെ അടുത്ത കാര്യം, ഈ ഒരു ലോറൻസ് കോൾബർഗിന്റെ തിയറി ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ താഴെ കമന്റ് ചെയ്യാം. അതായത് ഇപ്പൊ ഇതിന്റെ വീഡിയോ വേണമെന്നോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ളതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിന്റെ ഓപ്ഷൻസ് ചെറിയൊരു കൺഫ്യൂസിംഗ് ആണ്, നിങ്ങൾക്ക് കൺഫ്യൂസിംഗ് ആയിരിക്കും. സോ ഇത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ, താഴെ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാം.
ഇനി എന്തെങ്കിലും ഈ ഒരു തിയറി ആയിട്ട് ബേസ് ചെയ്ത് നിങ്ങൾക്ക് എക്സ്ട്രാ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ ഇൻക്ലൂസീവ് ക്ലാസ് റൂം ദ ടീച്ചർ അല്ലെ, ഞാൻ ഇൻക്ലൂസീവ് ക്ലാസ് റൂം ദ ടീച്ചർ എന്താണ് ചെയ്യേണ്ടത്? മോഡിഫൈസ് ദ കരിക്കുലം ആൻഡ് പെഡഗോജിക്കൽ സ്ട്രാറ്റജീസ് ടു സ്യൂട്ട് വേരിയഡ് നീഡ്സ് ഓഫ് ചിൽഡ്രൻ, tries to encourage the children to do better by promoting competitive spirit, identifies the deficit in children and correctly labels them, then segregates the children based on different academic capabilities. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? അതൊരു ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ കണ്ടോ, നമ്മൾ നേരത്തെ ഫോക്കസ് ഏരിയ ആണെന്ന് പറഞ്ഞ ഒരു ഏരിയ ആണ് നമ്മുടെ ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. സോ അതില് ടീച്ചർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് വൺ നോക്കിക്കേ, മോഡിഫൈസ് ദ കരിക്കുലം ആൻഡ് പെഡഗോജിക്കൽ സ്ട്രാറ്റജീസ് ടു സ്യൂട്ട് ദ വേരിയൻ നീഡ്സ് ഓഫ് ചിൽഡ്രൻ. അത് കറക്റ്റ് ആണ് അല്ലെ? കാരണം കുട്ടികളുടെ എല്ലാവരും ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആണ്, എല്ലാവർക്കും പല ആവശ്യങ്ങളാണ് ഉള്ളത്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് ടീച്ചർ എന്ത് ചെയ്യണം? കരിക്കുലം മോഡിഫൈ ചെയ്യണം, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കണം, പെഡഗോജിക്കൽ സ്ട്രാറ്റജീസ് അവിടെ മാറ്റണം എന്നുള്ളതാ പറയുന്നത്. അപ്പൊ അത് കറക്റ്റ് ആണ്, അത് അവിടെ ഇരുന്നോട്ടെ. പക്ഷെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഉറപ്പ് വരുത്തണം. ബാക്കിയുള്ളതൊക്കെ തെറ്റാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നിങ്ങൾ കറക്റ്റ് ആൻസറിലോട്ട് പോവാ. കാരണം എപ്പോഴും പല സ്റ്റുഡൻസും തെറ്റിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരെണ്ണം വായിച്ചിട്ട് ശരിയാണെന്ന് തോന്നുവാണെങ്കിൽ വേഗം കറുപ്പിക്കും, പിന്നെയാണ് ബാക്കിയുള്ളത് വായിക്കുന്നത്. അപ്പൊ വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഇതാണോ ഇനി ആൻസർ എന്നുള്ളത്. അപ്പൊ ചിലപ്പോൾ താഴത്തെ ആയിരിക്കും അതിനേക്കാളും നല്ലൊരു ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് റിസ്ക് എടുക്കാതെ എല്ലാം വായിക്കാം, 4 ഓപ്ഷൻസും വായിക്കാം. അടുത്ത ഓപ്ഷൻ ഇതാണ്, ട്രൈസ് ടു എൻകറേജ് ദ ചിൽഡ്രൻ ടു ഡു ബെറ്റർ ബൈ പ്രൊമോട്ടിംഗ് കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ്. അപ്പൊ ഒരിക്കലും കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് എന്ത് ചെയ്യരുത്? പ്രൊമോട്ട് ചെയ്യരുത്, അത് തെറ്റാണ്. ഇനി ഐഡന്റിഫൈസ് ദ ഡെഫിസിറ്റ്സ് ഇൻ ചിൽഡ്രൻ ആൻഡ് കറക്ട്ലി ലാബിൾസ്. അതായത് ആ ഡെഫിസിറ്റ്സ് അല്ലെങ്കിൽ കുട്ടികളുടെ ആ ഡെഫിഷ്യൻസീസ് മനസ്സിലാക്കിയിട്ട് അത് ലാബിൽ ചെയ്തിട്ട് കാര്യമില്ല. ടീച്ചർ അതല്ല ചെയ്യേണ്ടത് അല്ലെ? ഇനി സെഗ്രിഗേറ്റ് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, അവിടെ സെപ്പറേറ്റ് ആക്കാൻ പറ്റില്ല അല്ലെ? സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതും അവിടെ തെറ്റാണ്, 4ാമത്തെയും അവിടെ തെറ്റാണ്. സോ ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ 1. ഓപ്ഷൻ 1 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? അപ്പോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു, കാരണം നമ്മൾ പറഞ്ഞ ഏരിയാസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇവിടെ കാണിച്ചത്. അപ്പൊ ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കണം. കാരണം നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് പഠിച്ചാൽ മാത്രം പോരാ, പ്രോപ്പർ ക്വസ്റ്റ്യൻസും കൂടെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കേട്ടിട്ട് എന്നുള്ളൊരു സ്വപ്നം എന്താക്കാൻ പറ്റുള്ളൂ? യാഥാർത്ഥ്യമാക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ നമ്മുടെ ലേണിംഗ് ആപ്പിനെ കുറിച്ച് ജസ്റ്റ് പറയുവാണ്. നമ്മുടെ CC ലേണിംഗ് ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നോ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു CC ലേണിംഗ് ആപ്പിനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ CCയിൽ ഇപ്പോൾ കേട്ടറ്റിനായിട്ടുള്ള ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ പഠിക്കുക. കാരണം ഒരുപാട് പേര് ഇപ്പൊ തന്നെ അവരുടെ പഠനമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വൈകി എന്ന് തോന്നരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. എക്സാം വരുമ്പോൾ പഠിക്കാം, 2 ആഴ്ച മുമ്പ് പഠിക്കാം എന്നൊന്നും പറയരുത്. കാരണം പഴയ കേട്ടറ്റല്ല ഇപ്പോഴത്തെ കേട്ടറ്റ് എന്ന് പറയുന്നത്, അതിന്റെ ഡിഫിക്കൽട്ടി ലെവല് കൂടി വരുവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പഠിക്കാനായിട്ട് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. സോ നമ്മുടെ CCയിലെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് താഴെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തായാലും നന്നായിട്ട് തന്നെ പഠിക്കുക. ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും കൂടെ താഴെ കമന്റ് ചെയ്യാം. അപ്പൊ മറക്കണ്ട, ഞാൻ വെബിനാറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജൂൺ 19-ാം തീയതിയാണ് നമ്മുടെ ശ്രീകല മിസ് ഈ ഒരു കേട്ടറ്റിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാനായിട്ട് ഒരു വെബിനാറിലൂടെ വരുന്നത്. സോ ആ ഒരു വെബിനാറിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫില്ല് ചെയ്യാം. ആ ഒരു ലിങ്കിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് വെബിനാറിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ താങ്ക് യു സോ മച്ച്.